സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് മടുത്തു. ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമാണ് ഞാൻ നോക്കി കോൺസെൻട്രേറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ട് പെർഫോമൻസിന് വേണ്ടിയിട്ട് ചില സാധനങ്ങൾ ചെയ്യുക. വീണ്ടും ഞാനൊരു കംബാക്ക് ഞാൻ ആഗ്രഹിച്ച് വരുമ്പോൾ എനിക്ക് കിട്ടുന്ന ഹീറോ വേഷങ്ങൾ കൃത്യമായിട്ടുള്ള സിനിമകളായിരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ പോസ്റ്റ് അടിച്ചു, ഞാൻ തന്നെ അത് റിലീസ് ചെയ്തു, ഞാൻ തന്നെ ക്യൂവിന് പൈസ അടച്ചു, സിനിമയോട് റിലീസ് ചെയ്തു. 3 ദിവസം തിയേറ്ററിൽ എനിക്ക് ഓടിക്കാൻ പറ്റി. ഞാനും പൃഥ്വിയും ഭാവനയും ആയിരുന്നു അദ്ദേഹം ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ആ സമയത്ത്. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ ആൾക്കാരെ വെച്ചിട്ട് ആസിഫിനെ വെച്ചിട്ട് അദ്ദേഹം ചെയ്ത ആ സമയത്ത്. ലാലേട്ടൻ ആ സിനിമയിലേക്ക് ബ്യൂണികൃഷ്ണൻ ആദ്യം വിളിക്കുമ്പോൾ ഞാനത് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞിട്ട് മാറുമായിരുന്നു. ഇന്ന് സിനിമയ്ക്ക് പോകണ്ടായോ? ഞാൻ പോകത്തില്ല. വലിയ ഉപകാരം. പോയി കഞ്ഞി കുടിച്ചിട്ട് നേരെ വിദ്യാപീഠത്തിലോട്ട് പൊയ്ക്കണം. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പോർട്രേ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൺ ദ കോൺട്രറി അയാൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇന്നർ വെയർ മാത്രം ഇട്ടിട്ട് അയാൾ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു നിപ്പുണ്ട്. അത് ഇപ്പോഴാലോചിക്കുമ്പോഴും സങ്കടം വരും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്യാരക്ടറും എന്നെ ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ ആൾക്കാരെ അറിയാൻ തുടങ്ങിയതും പ്രണയകാലത്തിലെ ഒരു ട്രാൻസ്ഫോർമേഷൻ. ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. മംഗൾവാരത്തിന്റെ സ്ക്രിപ്റ്റും അല്ലെങ്കിൽ ആ സിനിമയും ഇതിനും ഒരു കൾട്ട് സ്റ്റാറ്റസ് ഉണ്ട്, വല്ലാത്തൊരു ഫാൻ ബേസ് ഉണ്ട്. അതങ്ങനെ റാൻഡം ആയിട്ട് ചൂസ് ചെയ്യുന്ന ഒന്നാണോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ കേട്ടിട്ട് തന്നെയാണ്. സ്ക്രിപ്റ്റ് കേട്ടിരുന്നു. അപ്പോൾ സത്യം പറയണെങ്കിൽ അതിന് മുന്നേ വേറൊരു പ്രോജക്റ്റ് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അതിന്റെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഡബിൾ ഹീറോ സബ്ജക്ട്, ഞാനും വേറൊരു ആർട്ടിസ്റ്റുമായിട്ടുള്ളത്. അത് കുറച്ച് വലിയ ബഡ്ജറ്റ് ആയതുകൊണ്ട് അത് കുറച്ച് നീങ്ങി പോയപ്പോഴാണ് അദ്ദേഹം മംഗളവാരം ചെയ്യുന്നത്. പക്ഷെ അത് ഓസ്കർ വരെ പോയ സിനിമയാണ്. അതെ. അപ്പോൾ അങ്ങനെ ഇപ്പൊ അദ്ദേഹത്തിന് അടുത്ത പ്രോജക്റ്റുകളിൽ അടുത്ത ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. അതിലും ഞാനൊരു ലീഡ് റോൾ ചെയ്യുന്നുണ്ട്. സോ മേക്കിംഗ് എ ടീം ഓഫ് മൈ ഓൺ റൈറ്റ് നൗ. അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർക്ക് അറിയാം ഞാൻ ആരാണെന്ന്, എത്രമാത്രം എഫേർട്ട് ഇട്ട് ഞാൻ അവരോട് നിൽക്കും എന്നുള്ളതും വർക്ക് ചെയ്യുന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. സോ ത്രൂ മൈ ടീം ഐ എം ഗെറ്റിംഗ് അനദർ പ്രോജക്റ്റ്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ വളരെയധികം പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാ ചെയ്യുന്നത് ഈ അഞ്ചാതെ എന്ന് പറയുന്ന സിനിമ. അതിനകത്ത് ഞാൻ കണ്ടിട്ട് ആശ്ചര്യം കൊണ്ടുപോയ 2 സീനുകളുണ്ട്. ഞാൻ ഏറ്റവും അധികം സർപ്രൈസ്ഡ് ആയി പോവാന്ന് അറിയില്ല നമ്മള്. പക്ഷെ ഇയാളിത് എങ്ങനെയാന്ന് തോന്നിയ 2 സീനുകളുണ്ട്. ഒരിക്കലും അജ്മലിനെ ഫ്ലാറ്റർ ചെയ്യാൻ പറയല്ല. അജ്മലിന്റെ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് അജ്മലിന്റെ ആ റേഞ്ചിലുള്ള പെർഫോമൻസ് അതിനുശേഷം ഉണ്ടായിട്ടില്ല എന്ന് കൂടി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത്രയധികം മൾട്ടി ലെയർഡ് ആ ക്യാരക്ടർ. ഈ ഞാൻ പഠിച്ചത് അല്ല, എന്റെ തെറ്റല്ല, ഇത് പ്രിന്റിങ് മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞ് പേപ്പർ വലിച്ചു കീറുന്ന കൃപയുടെ ഒരു സീക്വൻസ് ഉണ്ട്. അത് അപ്പൊ അയാൾക്ക് അയാളിൽ തന്നെ ഉള്ളൊരു കോൺഫിഡൻസും അല്ലെങ്കിൽ അയാൾക്ക് അത്ര ഇഷ്ടമാണ്. കൃപേനെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പോർട്രേ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൺ ദ കോൺട്രറി അയാൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇന്നർ വെയർ മാത്രം ഇട്ടിട്ട് അയാൾ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു നിപ്പുണ്ട്. അത് ഇപ്പോഴാലോചിക്കുമ്പോഴും സങ്കടം വരും. കൃപയെ ഇപ്പോഴും ഓർക്കാറുണ്ടോ? പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്യാരക്ടറും എന്നെ ഒരു പെർഫോമർ എന്നുള്ള ആൾക്കാരെ അറിയാൻ തുടങ്ങിയതും പ്രണയകാലത്തിലെ ഒരു ട്രാൻസ്ഫോർമേഷൻ. പ്രണയകാലത്തിന് ശേഷം എനിക്ക് ഒരുപാട് കോൾസുകൾ മലയാളത്തിൽ പ്രണയനായകനായിട്ട് കോളേജ് പരിപാടികളൊക്കെ ഇഷ്ടം പോലെ വന്നു. ഞാൻ ഒന്നിനും കൈ കൊടുത്തില്ല. എനിക്ക് ഈ മിഷ്കിൻ സാറിന്റെ ചിത്രം ബേശ്ശേരി കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തിന് ഭയങ്കര ഫാനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ സിനിമ കഴിഞ്ഞ് അതിലൊരു പാട്ട് കണ്ടിട്ടാണ് മിഷ്കിൻ സാറിനെ വിളിക്കുന്നത്. അപ്പോൾ ആ പാട്ട് കണ്ടിട്ട് ഇദ്ദേഹം എന്നെ വിളിച്ചു കഴിഞ്ഞ് ഈ ക്യാരക്ടർ പറയുമ്പോൾ ഐ വാസ് സോ എക്സൈറ്റഡ്. കാര്യം അതിൻ്റെ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം ലെയേഴ്സുള്ള ക്യാരക്ടർ എന്നറിയും. അപ്പോൾ എനിക്ക് ആ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരൊറ്റ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കൽ പോലും ഞാൻ കാര്യം എൻ്റെ ചുറ്റിയുള്ള അപ്പോൾ ഇപ്പം നരേനാണെങ്കിലും പ്രസന്നയാണെങ്കിലും ആ സമയത്ത് അവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാർസിൽ ആൾക്കാരായിരുന്നു. അവർ വലിയ ഹിറ്റുകളൊക്കെ. അപ്പം ഞാനാണ് അവരുടെ ഇടയിൽ പുതിയ ആള്. ബാക്കി ടെക്നിക്കൽ ടീം എല്ലാം തന്നെ വലിയ ടെക്നിക്കൽ ടീമാണ്. മഹേഷ് മുത്തുസ്വാമി ക്യാമറ. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ കാരണം ഒരിക്കലും ടീമിനെ പിടിച്ച് താഴ്ത്താൻ പാടില്ല എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. കാര്യം വേറെ ഒന്നുമല്ല, പ്രണയകാലത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഉദയേട്ടനെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ മിഷ്കിൻ സാറിന്റെ ഒരു വേ ഓഫ് ഒരു അദ്ദേഹത്തിന്റെ ഒരു സ്കൂള് വേറെയാണ്.
അത്രയും പാഷനേറ്റ് ആയിട്ടുള്ളൊരു ഫിലിം മേക്കർ ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ വർക്ക് ചെയ്തിട്ട് കെ വി ആനന്ദ് സാർ അല്ലാതെ എനിക്ക് വേറെ ആരും അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം ഓരോ ചെറിയ സീക്വൻസുകളും വർക്കൗട്ട് ചെയ്ത് അതിൽ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തേക്ക് ഒരു ആൾക്കാരുടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കും സിനിമയോടുള്ള ഇഷ്ടവും എല്ലാം വർദ്ധിക്കുകയും ഒരുപാട് നല്ല നല്ല ഓർമ്മകളാണ് ആ സിനിമയിൽ വർക്ക് ചെയ്തുമ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം. എനിക്ക് ഒരു പക്ഷേ പിന്നീടുള്ള സിനിമകളിലൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പങ്ക്ച്വാലിറ്റിയും ആ സിനിമയായിട്ടുള്ള സമീപനം എല്ലാം തന്നെ എൻ്റെ 5ാമത് സിനിമ കഴിഞ്ഞപ്പോൾ മാറി. ഏറ്റവും ഒരു വില്ലനിസം അല്ലെങ്കിൽ ഒരു സൈക്കോ വില്ലന്റെ ഒരു സീരിയൽ കില്ലറിന്റെ ഒരു എപ്പിട്ടോം ആയിരുന്നു ഈ നെട്രിക്കൺ എന്ന് പറയുന്ന ക്യാരക്ടർ. അയാൾ മനുഷ്യനാണോ മൃഗമാണോ അതിന്റെ ഇടയിൽ നിന്നുള്ള ഒരു ഒരു വ്യക്തിത്വമാണോ നമുക്ക് തോന്നും. അത്രയും ബ്രൂട്ടലാണ് അയാൾ. അതിന്ന് കുറച്ചങ്ങോട്ട് മാറിയിട്ട് വേറെ ഒരു കൈൻഡ് ഓഫ് നെഗറ്റിവിറ്റിയാ മംഗളവാരത്തിൽ ചെയ്യുന്നത്. ഒരു പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ അവസ്ഥ ഉപയോഗിച്ച് ചൂഷണം ചെയ്യുന്ന വളരെ സുന്ദരനായ മാന്യനാണെന്ന് പുറമേ തോന്നിക്കുന്ന ഒരാൾ, അത് മോശപ്പെട്ട ഒരു മനുഷ്യനാണ്. അതിനുശേഷം ഇപ്പുറത്ത് വന്നിട്ട് ഇപ്പൊ ഈ ഹണ്ടിൽ ചെയ്യണതും അതിൽ മോശപ്പെട്ട ഒരു മനുഷ്യനാണ്. ഇത് ബാക്ക് ടു ബാക്ക് ഈ മോശപ്പെട്ട ക്യാരക്ടേഴ്സ് തന്നെ വരുമ്പോ അത് മടുപ്പിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് മടുത്തു. വില്ലനായിട്ട് മടുത്തു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമാണ് ഞാൻ നോക്കി കോൺസെൻട്രേറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഞാനത് ചെയ്യാനുള്ള റീസൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാനൊരു കംബാക്ക് ഞാൻ ആഗ്രഹിച്ച് വരുമ്പോൾ എനിക്ക് കിട്ടുന്ന ഹീറോ വേഷങ്ങൾ കൃത്യമായിട്ടുള്ള സിനിമകളായിരുന്നില്ല. അതേ സമയത്ത് ഞാനിവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് എല്ലായിടത്തും ഞാൻ നല്ലൊരു പെർഫോമറാണ്. അപ്പോൾ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയ വേഷങ്ങൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ നോക്കിയുള്ളൂ. അപ്പോൾ പിന്നെ അജയ് ഭൂപതി എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ എന്നെ അങ്ങനെ മംഗളവാരത്തിന് വിളിച്ചപ്പോൾ അദ്ദേഹം RX-100 എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഹിറ്റ് കൊടുത്തിട്ട് തെലുങ്കിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാനൊരു പാവം മലയാളി അവിടെ പോയിട്ട് എനിക്ക് വലിയ സിനിമകൾ വേണം, മെയിനായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ നമ്മുടെ ഒരു ഇത് സാധനം അവിടെ പ്രൂവ് ചെയ്താൽ മാത്രമാണ് വീണ്ടും അവരെന്നെ ഓർക്കുകയുള്ളൂ, വീണ്ടും നമ്മളെ വിളിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനത് കമ്മിറ്റ് ചെയ്തതിന് തൊട്ട് പുറകെയാണ് എനിക്ക് വ്യൂഹം വന്നതും അതിനുശേഷം ബഡ്ഡി എന്നൊരു സിനിമ വന്നതും എല്ലാം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് സിനിമകൾ വരുന്നത്. എനിക്ക് വേറൊരു സിനിമ കൊണ്ടാണ് എനിക്ക് വരുന്നത്. എനിക്ക് എൻ്റെതായിട്ടുള്ള ടീമോ എൻ്റെതായിട്ടുള്ള പ്രൊഡക്ഷൻ ഒന്നുമില്ല. സോ സിനിമയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ട് പെർഫോമൻസിന് വേണ്ടിയിട്ട് ചില സാധനങ്ങൾ ചെയ്യുക. ഹണ്ടൊക്കെ സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് ഷാഹിദ് കൈലാസ് സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ കണ്ടു വളർന്നത് അവരുടെ സിനിമയ്ക്ക് ഏകലവ്യൻ, കിങ്, കമ്മീഷണർ ഒക്കെ വെച്ചിട്ട്. അപ്പൊ ആ സമയത്ത് അവരെന്നെ വിളിച്ചപ്പോൾ ഓക്കെ ഫൈൻ, ഷാഹിദ് സാറിന്റെ പടം ഞാൻ നോക്കിയപ്പോൾ ആ സമയം എനിക്ക് ഡേറ്റും ഫ്രീ, അങ്ങനെ പോയി ചെയ്ത സിനിമയാണ്. പക്ഷെ കുറെ സീക്വൻസുകൾ എനിക്ക് അത്ര താല്പര്യം അതെ ഇഷ്ടപ്പെട്ടില്ല. ബട്ട് സ്റ്റിൽ ഐ ഹാവ് ടു ഫിനിഷ് ഇറ്റ് ഓഫ്. അങ്ങനെ കോംപ്രമൈസുകൾ ചെയ്ത കുറച്ച് സിനിമകൾ വഴി വന്നു പോയി. പക്ഷെ ഇപ്പോൾ കൃത്യമായിട്ടുള്ള സിനിമകളും കൃത്യമായിട്ടുള്ള ലൈനപ്പുകളാണ് എനിക്ക് എൻ്റെ മുന്നിലുള്ളത്. ഈ ചൂസിങ്ങിന്റെ കാര്യം തന്നെ പറയുന്ന സമയത്ത് ചില ഡയറക്ടേഴ്സിന് അജ്മലിന്റെ കൂടെ സിനിമ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിട്ട് അവര് പ്രൊജക്ടുകൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ പ്രകാശ് ജ അജ്മൽ അമീറിനെയും രൺബീർ കപൂറിനെയും വെച്ചാണ് ആ പ്രൊജക്ട് ബൗണ്ട് ചെയ്തത്. എന്തോ കാരണം കൊണ്ട് സംഭവിച്ചിട്ടില്ല. കുറെ കാലം അൽഫോൺസ് പുത്രൻ നമ്മുടെ അറിവിൽ മമ്മൂക്കയും അജ്മൽ അമീറിനെയും വെച്ചുകൊണ്ടൊരു സബ്ജക്ട് ചെയ്യാൻ വേണ്ടിട്ട് ആലോചിച്ചു ന്യൂസിലുണ്ടായിരുന്നു കുറെ കാലം. അതില് അരുൺ വിജയും നിങ്ങൾ 3 പേരെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ന്യൂസുകളുണ്ടായിരുന്നു. അജ്മൽ അറിഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ അൽഫോൺസിന്റെ ആദ്യത്തെ സിനിമ നേര് അൽഫോൺസിന്റെ അടുത്ത് പറഞ്ഞതാണ്. ആ സമയത്ത് ഞാൻ അഞ്ചാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ആ സമയം അൽഫോൺസിന്റെ നല്ല സുഹൃത്താണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് സത്യം പറയണമെങ്കിൽ നേരിന്റെ ഒരു ഷോർട്ട് ഫിലിമിന്റെ സാധനമല്ലേ ഉള്ളൂ, കുറച്ചും കൂടി ഒന്ന് എലാബറേറ്റ് ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിച്ചപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പിന്നെ അങ്ങ് വാനിഷായി പോയി. പിന്നെ ഒരു സുപ്രഭാതത്തിൽ നേരായിട്ട് വന്നു, അത് ഹിറ്റാക്കി മാറ്റി. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം ഒരു ചെറിയൊരു സാധനം വെച്ചിട്ട് അവൻ അത്രയും വലുതാക്കി എടുക്കുകയും അവരുടെ ഒരു ടീം ഉണ്ടായി വരികയും പ്രേം അവന്റെ ഓരോ സ്റ്റെപ്പും ശരിക്കും എൻജോയ് ചെയ്ത ആളാണ് ഞാൻ. അങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ ഗോൾഡിൽ വന്ന് ചെയ്തു. മറ്റേ സിനിമ നിങ്ങൾ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല. അവൻ പ്ലാൻ ചെയ്തെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സ്വന്തം സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമയുടെ സീൻസോ അല്ലെങ്കിൽ സിനിമയുടെ സോങ് ക്ലിപ്പുകളായിട്ട് അത് CD-യിലാക്കിയിട്ട് ചാനലിൽ പോയിരുന്ന തുടക്കക്കാരനായിട്ടുള്ള അത്രയും എന്തൂസിയസ്റ്റ് ആയിട്ടുള്ള ഒരു അജ്മൽ അമീറിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. തമിഴ് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് പ്രധാനപ്പെട്ട സിനിമകൾ TV ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽസിലേക്ക് പോകുന്നു. അവർ അത് ആദ്യം വലിയ കാര്യത്തിൽ അത് എടുക്കുന്നില്ല, പക്ഷെ വലിയ രീതിയിൽ ഹിറ്റ് ആവുന്നു. പിന്നെ അതേ ആളുകൾ തന്നെ ആ CD എടുത്ത് ടെലികാസ്റ്റ് ചെയ്യാണ്. ആ ലെവൽ ഓഫ് പാഷൻ, അതായത് മാർക്കറ്റിംഗിലേക്കാണ് ഒരു സിനിമയുടെ പ്രധാന നടൻ ബൈക്കുമായിട്ട് ഇറങ്ങുന്നതെന്ന് ആലോചിക്കണം. അതൊരു ലെവൽ ഓഫ് കൺവിക്ഷൻ അല്ലേ? അതിനെ പറ്റി ഓർക്കാറുണ്ടോ? പിന്നെ അത് ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അതൊക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അക്യൂസ് എന്നൊരു സിനിമ, ഏറ്റവും ലേറ്റസ്റ്റ് സിനിമ,
ആ സിനിമ തമിഴ്നാട്ടിൽ റിലീസായി മൂന്നാമത്തെ ദിവസം മുതൽ തിയേറ്ററുകളുടെ എണ്ണം കൂട്ടി. നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ ക്യാരക്ടറിന് വേറൊരു രീതിയിലുള്ള ഒരു Appreciation വരുന്നു. ഇവിടെ ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് കൈകാലം പിടിച്ച് നടക്കണില്ല. അപ്പൊ എനിക്ക് അവസാനം ഭയങ്കര സങ്കടമായി. ഭയങ്കര സംഭവമൊന്നുമല്ല ആ സിനിമ, പക്ഷെ എങ്ങനെയെങ്കിലും ഇവിടെ റിലീസ് ചെയ്യണം എന്നുള്ള വാശിയിൽ ഞാൻ കേരളത്തിൽ രണ്ട് സെന്ററിൽ ഞാൻ തന്നെ എടുത്തൊന്ന് റിലീസ് ചെയ്തു. അപ്പം ഞാൻ തന്നെ പോസ്റ്റ് അടിച്ചു, ഞാൻ തന്നെ അത് റിലീസ് ചെയ്തു, ഞാൻ തന്നെ ക്യൂവിന് പൈസ അടച്ചു, സിനിമയോട് റിലീസ് ചെയ്തു. 3 ദിവസം തിയേറ്ററിൽ എനിക്ക് ഓടിക്കാൻ പറ്റി. കുറേ ആൾക്കാർ അതൊന്നും കണ്ടു. ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല, ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടു. കാര്യം വേറെ ഒന്നുമല്ല, അത് കുറച്ച് തമിഴ് കളിച്ചിട്ട് പറയുന്ന രീതിയാണ്. പക്ഷെ എൻ്റെ ഒരു ക്യാരക്ടറിന്റെ സാധനം എന്നുണ്ടെങ്കിൽ ഒരു ആർക്ക് എന്ന് പറഞ്ഞെങ്കിൽ മലയാളികൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാധനമാണ്. അപ്പോൾ കുറേ പേർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ വണ്ടറടിച്ചു പോയത് ഫസ്റ്റ് ദിവസം വനിതാ മണ്ഡല സിനിമ 10-40 പേരുണ്ടായിരുന്നുള്ളതാണ്, ഒരു മാർക്കറ്റിംഗ് ഒരു പരിപാടി ഇല്ലാതെ. അപ്പോൾ അത് അവർ അവിടെ ഇങ്ങനെ സിനിമ വരുന്നുണ്ടെന്നുള്ളൊരു പോസ്റ്ററും പരിപാടികളൊക്കെ ഉണ്ട്. ആകെപ്പാടി 300 പോസ്റ്റർ എന്തോ ഒട്ടിച്ചത് അവിടെ. അപ്പോൾ ഞാൻ പ്രൊഡ്യൂസറോട് റിക്വസ്റ്റ് ചെയ്തത്, നിങ്ങൾക്ക് കുറച്ചും കൂടി പോസ്റ്റേഴ്സ് എനിക്ക് തരാമോ, തിയേറ്ററുകൾ ഞാൻ പിടിച്ചു തരാം, ചെയ്യാൻ പറ്റുമെന്ന്. എനിക്ക് അവർ സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ അതൊക്കെ ഒരു സങ്കടമുണ്ട്. അതൊക്കെ ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത് ശരിക്കും അത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യം തന്നെയാണ്. അപ്പോൾ അതൊരു ടീം വർക്കാണ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തളർന്നു പോകും ചില സമയത്ത്. പക്ഷേ വീണ്ടും ഒന്നേന്നും പറഞ്ഞ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഈ 2K കിഡ്സിന്റെ സെൻസിബിലിറ്റീസ് മൊത്തം മാറിയിട്ടുണ്ട്. അവർ കേൾക്കുന്ന പാട്ടുകൾ മാറിയിട്ടുണ്ട്, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല് മാറിയിട്ടുണ്ട്, അവർ അനീമ ആണ് കുറേ കൂടി പ്രിഫർ ചെയ്യുന്നത്. അപ്പം അവർ കാണുന്നത് എന്താ, അവരുടെ ഇഷ്ടപ്പെടുന്നത് എന്താ, അങ്ങനെയൊക്കെ കൂടി അവെയർ ആണോ അജ്മൽ? നമ്മളെ ഒരു സിനിമ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തിയേറ്ററുകളിൽ വിജയിപ്പിക്കുന്നത് ഒരു 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ തീർച്ചയായും മാർക്കുണ്ടായിരിക്കും സിനിമ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കൊരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോഴോ ഇങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ട്. ഈ ഒരു കാറ്റഗറീനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ സിനിമ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾക്ക് വരുന്ന സിനിമകളിൽ അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ആവശ്യങ്ങളും വേറെ ആയിരിക്കാം. ചിലപ്പോൾ എൻ്റേതായിട്ടുള്ള, ഇപ്പോൾ ഞാനും അവരുടെ സിങ്കായി പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു തരത്തിലുള്ള ഒരു ഫിലിം മേക്കിങ്ങും ഒരു പരിപാടികളും ഒരു കുറച്ച് ക്വാളിറ്റിയും പരിപാടികളും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് വരുന്ന ആൾക്കാർ അതോട് ചിന്തിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് വരുന്നത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മളെ കൊണ്ടാവുന്നതിൽ മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്യുക എന്നൊക്കെ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അക്യൂസിന് സിനിമ വന്നു, അതിൽ കുറേ ഏരിയ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഏരിയ ഉണ്ട്. അത് സിനിമ ശരിക്കും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക്. അതേപോലെ ചില ഏരിയാസ് എനിക്ക് അത്ര തൃപ്തിയില്ലാത്ത ഏരിയാസ് ഉണ്ട്. പക്ഷെ അത് എൻ്റെ ഏരിയ അല്ല, അതൊരു ഫ്ലാഷ് ബാക്ക് ഏരിയയും മറ്റൊരു ആർട്ടിസ്റ്റിന്റെ ഏരിയ ഒക്കെ. പക്ഷെ അതൊക്കെ കുറെ നന്നായി ചെയ്തെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ ഡയറക്ടറോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതിനകത്ത് ഈ കൈദിയുടെ പോലത്തെ ഒരു എലമെന്റ് ഉണ്ടല്ലോ, ഒരാളെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, അതിന്റെ കൂടെ ഇരിക്കുന്നു, അയാളുടെ കഥ കേൾക്കുന്നു, അയാളുടെ കഥയുടെ കൂടി ഭാഗമാകുന്നു. ആ കഥയുടെ അകത്ത് അജ്മൽ അമീർ ഓരോ സമയത്ത് ഓരോ സിനിമകളുടെ റെഫറൻസ് പറയുന്നത്, ഈ പടം പോലെ ഉണ്ടല്ലോ, ഈ പടം പോലെ ഉണ്ടല്ലോ. അതാണോ എക്സൈറ്റ് ചെയ്ത ഒരു ഏരിയ? ഇല്ല, അതല്ല. ഈ ഞാൻ ചെയ്ത ക്യാരക്ടർ വേന്ദൻ എന്നൊരു ക്യാരക്ടർ. അപ്പൊ ഈ ഒരു ക്യാരക്ടർ ഭയങ്കര നിഷ്കളങ്കനായിട്ടുള്ള ക്യാരക്ടർ. അപ്പൊ ഈ ഒരു ക്യാരക്ടർ വന്നിട്ട് ഒരു കൊലയാളിയുടെ കൂടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഈ കൊലയാളിയെ തീർക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഇദ്ദേഹം പെട്ടുപോണ കുറെ അവസ്ഥകളുണ്ട്. അവിടുന്ന് ഒരു ശുദ്ധഗതിക്കാരൻ എങ്ങനെ കരകയറുന്നുള്ള കുറച്ച് എലമെന്റ്സ് ഭയങ്കര രസമായിട്ടാണ് അതിന്റെ ക്യാരക്ടർ കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ ഡയറക്ടർ. അപ്പൊ അതുകൊണ്ടുണ്ടായ അപ്പൊ ആ ഒരു ഏരിയാസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഏരിയാസൊക്കെ ശരിക്കും വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ മലയാളി പ്രേക്ഷകർ സിനിമ ആണെന്ന് ഒരുപാട് ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. ഇനിയിപ്പോ ഒറ്റയ്ക്ക് റിലീസ് ചെയ്യുമ്പോൾ കാണുമായിരിക്കും. ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഇവിടെ നാട്ടിലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അത് അയാൾക്കൊരു തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പം അയാൾ ഉള്ളത് കൊണ്ട് തന്നെ മാറ്റിനി ടിക്കറ്റ്സ് ഫ്രീ ആയിരുന്നു ചെറുപ്പകാലത്ത്. അങ്ങനെ കുറെ തമിഴ് സിനിമകൾ കണ്ടതിന്റെ ഒരു വലിയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. തമിഴ് സിനിമകൾ കണ്ടത് സെൻസിബിലിറ്റീസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെന്തായിരുന്നു ആ ഒരു? അതൊന്നുമില്ല, നമ്മുടെ ആലുവ കാസിനോ തിയേറ്റർ ഫ്രണ്ടിന്റെ നമ്മുടെ അയൽക്കാരന്റെ തിയേറ്റർ ആയിരുന്നു. അപ്പോൾ ഞാൻ പുള്ളി പണി അടിച്ചിട്ട് ഞങ്ങളുടെ പോയിട്ട് മാറ്റിനി ഷോ മുഴുവൻ കാണുമായിരുന്നു. അപ്പൊ വീട്ടിൽ ട്യൂഷൻ പോകണമെന്നൊക്കെ പറയാൻ പോവാ, നേരെ തിയേറ്ററിൽ മാറ്റിനി പോയിരുന്നു കാണുക. അപ്പൊ അവിടെ തമിഴ് സിനിമകൾ മാത്രം വരുള്ളൂ. അതൊരു ആ സമയത്തൊരു ആസ്പെറ്റോസും ഓലയൊക്കെ ഇട്ടൊരു ഭയങ്കര രസമാണ് സിനിമ കാണാൻ വേണ്ടിയിട്ട്. കാര്യം നമ്മൾ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ ചെറിയ ലൈറ്റൊക്കെ വിളിക്കലേക്ക് വരും. അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്ന വിജയ് സിനിമ, അജിത് സിനിമ ഒക്കെ അവിടെ പോയിരുന്ന് ഒത്തിരുന്ന് കാണും. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളങ്ങ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. തമിഴ് സിനിമ ചെയ്യണം. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ എപ്പോഴും തമിഴ് സിനിമ ചെയ്യാനായിരുന്നു ആഗ്രഹം. വേറെ അടി പാട്ട് കമേഴ്ഷ്യൽ എനിക്ക് എപ്പോഴും ഇഷ്ടം. അങ്ങനെ തമിഴ് സിനിമ ഫാനായി മാറിയത്. മലയാളത്തില് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെയാണ് തുടങ്ങിയത്, ബോംബെയിലാണ് തുടങ്ങിയത്. ഞാൻ എൻ്റെ മോഡലിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഫൻ, പുറത്തൊക്കെയാണ് മോഡലിംഗ് ചെയ്തിരിക്കുന്നത്, ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ മീ ടു മേക്ക് ഇറ്റ് ഇൻ മുംബൈ. അതുകൊണ്ട് ഞാൻ അവിടെയാണ് ആദ്യം പോയത്. അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പരിപാടി വർക്ക്ഔട്ട് ആവില്ല. അങ്ങനെ തിരിച്ചു വരുന്ന
ബോളിവുഡിൽ സത്യം പറഞ്ഞ 2 മാസം ഞാനവിടെ പഠിച്ചോണ്ട് വീട്ടിലെ ടെൻഷൻ വേറെ ഉണ്ട്. അപ്പൊ 2 മാസം ഒന്ന് കറങ്ങി വരാന്നുള്ള രീതിയിലാണ് പോയത്. 2 മാസമായപ്പോഴത്തേക്കും മനസ്സിലായി ഒന്നും വർക്കൗട്ട് ആവില്ല, ഇവിടെ പരിപാടികൾ വേറെയാണ്. എനിക്ക് കുറച്ച് ആഡ്സ് ഒക്കെ കിട്ടി അവിടെ. അപ്പൊ ആഡ്സിലൊക്കെ എനിക്ക് നിന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കോൺടാക്ട്സ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു, ഒരുപാട് സിനിമകൾ കിട്ടുമായിരുന്നു. അവിടെ നിന്ന് എൻ്റെ ഒരു ഓഡിഷൻ ടേപ്പ് കണ്ടിട്ടാണ് ശങ്കറിന്റെ അസിസ്റ്റന്റ് ഹോസ്മിൻ എന്നെ വിളിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ സിനിമയിൽ ചെറിയൊരു പരിപാടി ചെയ്തതിനു ശേഷം ആ സ്ഥാനം വെച്ചിട്ടാണ് എന്നെ പ്രണയകാലത്തിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ കുറെ കണക്ഷൻസ് ഉണ്ട് എനിക്ക്. ബോംബെ മുതലാണ് എനിക്ക് കണക്ഷൻസ് കിട്ടി തുടങ്ങുന്നത്. ഒരു ബട്ടർഫ്ലൈ എഫക്റ്റാ. അതെ അതെ അതെ. പിന്നെ എനിക്ക് ഫസ്റ്റ് പ്രണയകാലത്തിന് ശേഷം പിന്നെ എനിക്ക് ഒരു സ്ഥലത്തും തിരിഞ്ഞോക്കേണ്ടി വന്നിട്ടില്ല, കോവരെ. കോവിന് ശേഷം പിന്നെ ഒരു ബ്രേക്ക് ചെയ്തതിനു ശേഷമാണ് പിന്നീട് ഇങ്ങനത്തെ കുറച്ച് ഇതൊക്കെ വന്നത്. ആളുകൾ കൊതിക്കുന്ന ചില ഫിലിം മേക്കേഴ്സിന്റെ കൂടെ ഒക്കെ അജ്മൽ അമീർ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ അതായത് ശ്യാം പ്രസാദിന്റെ കൂടെ അരിക എന്നുള്ള ഒരു ക്യാരക്ടറിൽ വർക്ക് ചെയ്യുന്നു. അതിന് ആ ക്യാരക്ടറിന് വല്ലാത്തൊരു ക്യൂട്ട്നെസ് ഉണ്ട്. ഇപ്പൊ ആദ്യമായിട്ട് തന്നെ സംവദ കാണുമ്പോൾ അജ്മൽ അമീറിന്റെ ഫസ്റ്റ് ഷോട്ടിൽ ആ ബോഡി ലാംഗ്വേജ് കണ്ടല്ലോ അറിയാം ഇയാൾക്ക് സംവദയെ ഇംപ്രസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അയാളുടേതായിട്ടുള്ള ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടെന്നുള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അതിൽ പറഞ്ഞു പോയിട്ടുള്ള ഒരു പടമാണത്. എത്രയോ കുറവ് സ്ക്രീൻ സ്പേസ് ആണ് ആ പടത്തിലുള്ളത്. ഇവര് വിളിക്കുന്ന സമയത്ത് ഇവര് അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്തിട്ടാണോ സംഭവിക്കുന്നത്, അവരുടെ പിക്കാണോ അജ്മല്? ശ്യാം സാറിന്റെ പിക്കായിരുന്നു ഞാൻ. ഞങ്ങള് ഇതിന് ഋതുവിൽ എന്നെ അദ്ദേഹം സജസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഋതു നമുക്ക് ചെയ്യാന്നുള്ള. ഞാനും പൃഥ്വിയും ഭാവനയും ആയിരുന്നു അദ്ദേഹം ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ആ സമയത്ത്. അതിനുശേഷമാണ് ഇപ്പൊ പുതിയ ആൾക്കാരെ വെച്ചിട്ട് ആസിഫിനെയൊക്കെ വെച്ചിട്ട് അദ്ദേഹം ചെയ്ത ആ സമയത്ത്. പിന്നീട് ശ്യാം സാർ തന്നെയാണ് എന്നെ അരികയിലേക്ക് വിളിച്ചതും ഈ ഒരു സംഭവം പറയണത്. ഞാനത് ചെയ്യാനുള്ള റീസൺ, ഞാൻ ആ സമയത്ത് തമിഴും തെലുങ്കും ഒരുപാട് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ മലയാളി പ്രേക്ഷകരും വേണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം അവർക്ക് തന്നെ ഞാൻ ഇപ്പോഴും നമ്മൾ എവിടെ പോയാലും ആ ഒരു സോങ്, വേനൽപ്പുഴ എന്നുള്ള സോങ് അല്ലെങ്കിൽ മാടമ്പിയിലെ പയ്യനൊക്കെ പറഞ്ഞ് ഓടി വരുന്നു, ആ 2 സിനിമകൾ ഞാൻ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും എന്നെ ആൾക്കാരെ ഓർത്തിരിക്കുന്നത് ആ 2 കാര്യങ്ങളിലാണ്. ഇപ്പോഴും അവരെൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതും ഇത് ചെയ്യുന്നതും ആ 2 സിനിമ വെച്ചിട്ടാണ്. അപ്പൊ എനിക്ക് നല്ല 2 സിനിമകളുടെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ആ മുഖം ഒന്ന് രജിസ്റ്റർ ആവുക, എന്നോടുള്ളൊരു ഇഷ്ടം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, കുറച്ച് ക്വാളിറ്റി സിനിമകളൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. നമുക്ക് അത്യാവശ്യം നല്ല സിനിമകൾ തമിഴിലും തെലുങ്കിലും ഒക്കെ ഉണ്ട്, അതിൽ തൃപ്തിപ്പെട്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ പോളിസി. ഇപ്പോഴും ഈ നമ്മുടെ സിനിമയുടെ അകത്തൊക്കെ തന്നെ ഈ സീൻസ്, കോമഡി സീൻസ് എടുത്തിട്ട് ചാനൽസിൽ വിടുന്ന ഒരു പരിപാടി ഉണ്ടാവുമല്ലോ. ആ സമയത്ത് മാടമ്പിയിലെ നീ എങ്ങോട്ടാ, ഞാൻ സിനിമ കണ്ടിട്ട് മൂത്രം ഒഴിച്ചിട്ട് ചായ കുടിച്ചിട്ട് മൊത്തം കൺഫ്യൂഷൻ ആവുന്ന ഒരു ഏരിയ ഉണ്ട്. അത് ഓപ്പോസിറ്റ് ആർസറിന്റെ കൂടെ വന്നിട്ടാണ് ചെയ്യുന്നത്. അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ് അനിയനെ. വളരെ നാച്ചുറൽ ആയിട്ട് ആ സീക്വൻസ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എൻ്റെ മൂന്നാമത്തെ സിനിമ. അപ്പൊ നമ്മളൊരു അത്രയും കോമിക് ടൈമുള്ള ഒരാളുടെ ഓപ്പോസിറ്റ് നിന്നിട്ടാണല്ലോ അഭിനയിക്കുന്നത്. അതിന് റിഹേഴ്സൽസ് ഉണ്ടായിരുന്നു? റിഹേഴ്സൽസ് ഉണ്ടായില്ല, ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. കാര്യം വേറെ ഒന്നുമല്ല, ആ ടെൻഷൻ ഒറിജിനലാണ്. അത് ഒറിജിനൽ ടെൻഷനാണ്. ഞാനാകെ കാര്യം എൻ്റെ മുന്നിൽ നിൽക്കുന്നതൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ആൾക്കാർ, ലാൽ സാറ്, ഇന്നസെന്റ് ഏട്ടൻ, ജഗതി ചേട്ടൻ, അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ കൂടെ നിന്ന് അഭിനയിക്കാൻ ഞാൻ. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ കൂടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്യുകയായിരുന്നു. ടു ബി ഫ്രാങ്ക്, ശരിക്കും എൻജോയ് ചെയ്തിട്ട് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഈ സ്ക്രിപ്റ്റ് സെലക്ഷൻ അത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ, അതോ ഒരു ലാലേട്ടൻ പടം കൊണ്ട് ചെയ്തേക്കാം അതായിരുന്നു എക്സൈറ്റ്മെന്റ്? ഇല്ല, ഞാൻ സത്യം പറയണമെങ്കിൽ ഈ ലാലേട്ടൻ ആ സിനിമയിലേക്ക് ബി ഉണ്ണികൃഷ്ണൻ ആദ്യം വിളിക്കുമ്പോൾ ഞാനത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാറുമായിരുന്നു. കാര്യം ആ സമയത്ത് എനിക്ക് ബാക്ക് ടു ബാക്ക് തമിഴ് സിനിമകളുണ്ടായിരുന്നു, ടാക്സി 4777 അതൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എൻ്റെ ഡേറ്റ് ഒന്ന് മാറിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ രണ്ടാമത് വിളിച്ചു. സാർ, എൻ്റെ ഡേറ്റ് ഒന്ന് മാറിയിട്ടുണ്ട്, ഈ ഡേറ്റുകൾ എനിക്ക് ഓക്കെ ആണ് എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അതിലേക്ക് തന്നെ വിളിക്കാൻ മെയിൻ റീസൺ അഞ്ചാത എന്ന സിനിമയാണ്. അഞ്ചാതയിലെ എൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ടാണ് ബി ഉണ്ണികൃഷ്ണൻ സാർ എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഡേറ്റ് മാറിയപ്പോൾ ഞാൻ വന്ന് അഭിനയിച്ചു മാടമ്പി. അങ്ങനെയാണ് എനിക്ക് വീണ്ടും ആ ഒരു സമയത്ത് അത് അഭിനയിക്കാൻ പറ്റിയത്. ഇപ്പൊ ഈ സിനിമകൾ ചെയ്യണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രൊജക്ടുകൾ ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അത് ആ സിനിമകളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? വളരെ കൊമേഴ്ഷ്യൽ ടെംപ്ലേറ്റുകൾ, ഇപ്പൊ പറഞ്ഞ പാട്ട്, ഫൈറ്റ്, പ്രേമം, അങ്ങനെയുള്ള ഒരു പാക്കേജ് സിനിമയുണ്ടല്ലോ, അതാണോ അജ്മലിന്റെ മനസ്സിലുള്ളത്? ഇല്ല, എനിക്ക് എല്ലാ തരത്തിലുള്ള ജോണേഴ്സുള്ള സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ ഫാമിലി മൊത്തം തിയേറ്ററിൽ വരണം, ഒരുമിച്ചിരുന്ന സിനിമ ആണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ അതൊരു കമേഴ്ഷ്യൽ, ഇപ്പൊ കൂലി ഫാമിലി എല്ലാവരും പോകും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സൂ ഫ്രം സോ എല്ലാവരും ഫാമിലി ഉൾപ്പെടെ പോയി കാണുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ മലയാളികളുടെ ഇപ്പൊ സച്ചിൻ സിനിമ വന്നിട്ടുണ്ടെങ്കിൽ ഫാമിലി മൊത്തത്തിൽ പോകും. അപ്പൊ അങ്ങനെ ഒരു എല്ലാവരും കൂടി വന്ന് കാണുന്ന സിനിമകളായിരിക്കണം ഞാൻ ഉണ്ടാക്കേണ്ടതെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. പേഴ്സണലി
വാജിബ് അമീർ പോയി കാണുന്ന ഒരു ഗോട്ടു സിനിമയുണ്ടോ? ഞാൻ സത്യം പറയണമെങ്കിൽ മാക്സിമം ഒരു സിനിമയും വിടാറില്ല. എല്ലാ ഭാഷകളിലും എല്ലാ സിനിമയും അത്യാവശ്യം നല്ല സിനിമയാണെങ്കിൽ ഞാൻ പോയി കാണും. ഈ ഇപ്പൊ തമിഴിലൊക്കെ വലിയ സുഹൃത്ത് വലയം ഇൻ സെൻസ് ക്രിയേറ്റേഴ്സ് ആയിട്ടൊക്കെ ഉള്ളതാണല്ലോ. ഈ കോവിഡിന് ശേഷം മലയാള ഫിലിംസിന് ഉണ്ടായിട്ടുള്ള ഒരു ഗുഡ് വില്ലുണ്ട്, ഇവിടെ ഉണ്ടായ ഒരു മലയാളം സിനിമയ്ക്കുണ്ടായ ഒരു ബ്രാൻഡ് ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ തമിഴ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവർ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു മലയാളത്തിൻ്റെത്. ഇപ്പോഴും അതെ. മറ്റുള്ള ഭാഷകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നന്നായി നല്ല ക്വാളിറ്റിയിൽ സിനിമ വരുന്നത്, നല്ല ആർട്ടിസ്റ്റുകളും നല്ല ഫിലിം മേക്കേഴ്സും ഉള്ളത് ഇപ്പോൾ മലയാളത്തിലാണ്. തമിഴിനെയും തെലുങ്കിനെയും വെച്ച് നോക്കുമ്പോൾ അതിനെ കുറേ പേര് കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നശിപ്പിച്ചു എന്നുള്ളത് അത് സങ്കടകരമായ ഒരു ദുഃഖാവസ്ഥ. അത് പോട്ടെ, നമുക്ക് കമ്മിങ് ടു ദ പോയിന്റ്, കുറേ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും മേക്കിങ്ങും ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്നത് ഒരു 35 to 40 ഡേയ്സിൽ പരിപാടി തീർക്കും, അത് ഇമ്മീഡിയറ്റ്ലി റിലീസ് ഉണ്ടാവും. പക്ഷെ തമിഴ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു 3 to 4 months, മിനിമം ഒരു 4 months, 7 to 8 months വരെ പോകും ഒരു സിനിമ ചെയ്ത് അത് റിലീസായി തിയേറ്ററിൽ വരാനായിട്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞെങ്കിൽ ഒരു 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 3 months ഗ്യാപ്പിനുള്ളിൽ ഒരു സിനിമ തീർത്ത് റിലീസ് ചെയ്യുകയാണ്. അവിടെ ആ സമയത്ത് നമ്മൾ ഒരു ഇവിടെ വെച്ച് 3 സിനിമയുടെ എഫേർട്ടാണ് നമ്മളവിടെ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നതും സ്പെൻഡ് ചെയ്യുന്നതും എല്ലാം. ഈ തെലുങ്കോ തമിഴോ ഒരു കാര്യം മലയാളത്തിലേക്ക് ഇംപ്ലിമെന്റ് ആവണം, അല്ലെങ്കിൽ മലയാളം കണ്ട് പഠിച്ചിരുന്നെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സെൻസിബിലിറ്റീസ് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു പരിപാടികളുണ്ട്. അതിന് പ്രേക്ഷകർക്ക് എന്താണ് ഇഷ്ടം അത് കൊടുക്കാനൊരു ഫിലിം മേക്കറിന് സാധിക്കുമ്പോഴാണ് ഹിറ്റുകൾ ഉണ്ടാകുന്നത്. നമ്മുടെ മലയാളി പ്രേക്ഷകർ വളരെ വ്യത്യസ്തരാണ്. അവർ ഇപ്പോൾ സൂ ഫ്രം സോ എനിക്ക് തോന്നുന്നു ഇവിടെ വലിയ ഹിറ്റാണ്. അത് അവർ കന്നഡ സിനിമയായിട്ട് തന്നെ കാണുന്നതാണ്, ഡബ് ചെയ്തത്. പക്ഷെ അത് അങ്ങനെ തന്നെ മലയാളത്തിൽ എടുത്തു വെച്ചാൽ അത് എത്രത്തോളം വർക്ക്ഔട്ട് ആവുന്നുള്ളത് കുറേ ചേഞ്ചസ് വരുത്തിയാൽ വർക്ക്ഔട്ട് ആവുള്ളൂ. അതേപോലെ തന്നെ ബാഹുബലി, അത് ദേ നോ ദാറ്റ് ഇറ്റ്സ് എ തെലുഗു ഫിലിം, അത്ര ആ ഒരു സാധനം അവർ എൻജോയ് ചെയ്ത് കാണുക. ഇപ്പൊ വരാൻ പോകുന്ന കാന്താര മാത്രമല്ല കൂലിയും ഇത്രയും സ്റ്റാർ കാസ്റ്റ്, രജനി സാർ പടം, ലോക്കി, ആ ഒരു കോംബോ. അപ്പൊ അവർ അങ്ങനെ തന്നെയാണ് കാണുന്നത്, അവർക്ക് ആ സിനിമകൾ അങ്ങനെയാണ് കാണേണ്ടത്. അതേ സമയത്ത് ഒരു മലയാള സിനിമ കാണാൻ പോകുമ്പോൾ ഓക്കെ ഫൈൻ, ഒരു കൊച്ചു സിനിമയാണ്, ഞങ്ങളുടെ സിനിമയാണ് എന്നും പറഞ്ഞാൽ അവർ പോയി കാണാൻ പോകുന്നത്. അപ്പൊ അവർ അതിൻ്റെതായിട്ടുള്ളൊരു ഇതിലാണ് അവർ പോയി ആ സിനിമ കാണാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്താ റീസെന്റ് നല്ലൊരു ഹിറ്റ് സിനിമ പറയുമ്പോൾ ഒരു കിഷ്കിന്ദ കാണ്ഡം, വളരെ ചെറിയ സിനിമയാണ്, കുറച്ച് ആർട്ടിസ്റ്റുകളേ ഉള്ളൂ. പക്ഷെ അവരത് എൻജോയ് ചെയ്ത് കണ്ടത് സ്വന്തം സിനിമ, സ്വന്തം നാട്ടുകാർ, അവരുടെ ഒരു ഇമോഷൻസ് അതൊക്കെ കണക്ട് ആയ ആൾക്കാർക്ക്, അങ്ങനെയാണ് ആ സിനിമ വലിയ ഹിറ്റ് ആകുന്നത്. പിന്നെ മലയാളത്തിൽ ഇപ്പോൾ ഒരു സിനിമ വലിയൊരു സക്സസ് ആണെങ്കിൽ അതിന്റെ റൈറ്ററിനോ മേക്കറിനോ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരോട് പേഴ്സണലി അത് സംസാരിക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവം ഞാൻ ചെയ്യും. എനിക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉടനെ വിളിച്ച് കാര്യം പറയും. റീസെന്റ് അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ അത് ഞാൻ കിഷ്കിന്ദ ഡ്രസ്സിൽ സംസാരിച്ചിട്ടുണ്ടോ. പിന്നെ മലയാളത്തില് പിന്നെ നമ്മുടെ ആസിഫിന്റെ വേറൊരു സിനിമ റീസെന്റ് റിലീസായത് രേഖാചിത്രം. എനിക്ക് ഉജ്ജ്വലന്റെ മേക്കിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്, പക്ഷെ പിള്ളേരുടെ ബാക്ക്ഗ്രൗണ്ട് കൊച്ചു പിള്ളേരാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരെ വിളിച്ച് സംസാരിച്ചു. അതിന് മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സിനിമകൾ കാണുകയും ചെയ്യും, ഇഷ്ടപ്പെട്ടാൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്യും. ഇപ്പൊ തമിഴിൽ ഇനി അങ്ങോട്ടേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയായിരിക്കും? മലയാളത്തിൽ എനിക്ക് മനസ്സിലായി. അതെ, തമിഴിലും ഇപ്പോൾ ഞാനൊരു കാര്യം ഈ ഒരു സിനിമയോട് തീരുമാനിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി കുറച്ച് ക്വാളിറ്റിയുള്ള സിനിമകൾ ചെയ്യുക, നല്ലൊരു ടെക്നിക്കൽ ടീമിനെയും ആർട്ടിസ്റ്റിനെയും സെറ്റാക്കിയതിനു ശേഷം മാത്രമേ ഇറങ്ങുക. ഒരു നല്ല പ്രൊഡ്യൂസർ ബാക്കപ്പ് മസ്റ്റായിട്ട് വേണം. ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായി ഒരു ടീമിനെ ഇറക്കി പരിപാടികൾ പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ പതുക്കെ ഫണ്ട് റേസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ആഗ്രഹം എത്രത്തോളം സഫലമാണെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് മൂവിങ് ഓൺ. പക്ഷേ ഈ ഒരു മൂവ്മെന്റിൽ ഞാനിങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും ഏതെങ്കിലും സിനിമ വരും, പിന്നെ ഞാൻ അതിന്റെ പറയാൻ പോകും. അതാണ് സംഭവിക്കാറ് പലപ്പോഴും. ഈ ഒരു ബാക്കപ്പും ഇല്ലാതെ സിനിമ വന്നുകൊണ്ടുണ്ടായ ഗുണം എന്താ? ഒരു ബാക്കപ്പും ഇല്ലാതെ സിനിമയിൽ വന്ന സർവൈവ് ഭയങ്കര കഷ്ടപ്പാടാണ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കണം. നമ്മൾ നമ്മുടേതായിട്ടുള്ള ശരിക്കും നല്ല സുഹൃത്തുക്കൾ ചേരുമ്പോഴാണ് നല്ല സിനിമകൾ ഉണ്ടാകുന്നത്. നമുക്ക് കൺവേ ചെയ്യാൻ പറ്റിയ നല്ല നമ്മളുടെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ല ഫ്രണ്ട്സ്, അവർക്കും ഒരേപോലെ പാഷനറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം, ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അപ്പോഴായിരിക്കും നല്ല സിനിമ ഉണ്ടാകുന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാതെ ഒരാൾക്കൊന്നും തലകുത്തി പറഞ്ഞാലും
എങ്ങൊന്നും എത്താൻ പറ്റില്ല സിനിമയിൽ. ഇപ്പൊ ഈ വേനൽപ്പുഴയുടെ ഒക്കെ കട്ട കണ്ടിട്ട് ഈ അമൽ നീരത് ഉൾപ്പെടെയുള്ളവർ നമുക്ക് സിനിമ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് സമീപിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെന്താ ടേക്ക് ഓഫ് ആവാഞ്ഞത്? എന്തെങ്കിലും രീതിയിൽ അദ്ദേഹമായിട്ട് പിന്നെ ഭാഗമാവാൻ ആഗ്രഹിക്കുകയോ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അമലേട്ടൻ എന്നെ ആ സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ഡിപ്പാർട്ടഡ് എന്നൊരു ഫിലിം മലയാളത്തിലേക്കൊന്ന് ഞാനും സുരേഷ് ഏട്ടനൊക്കെ ആയിട്ട് പുള്ളിക്കാരനെ ആലോചിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി ഞാൻ കഥയായിട്ട് ഞാൻ ഓക്കെ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞതാണ്. പിന്നീട് ആ സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ സുരേഷ് ഏട്ടൻ മറ്റേ ക്യാരക്ടർ ഈ ക്യാരക്ടർ ഞാനൊക്കെ ആയിട്ട് അദ്ദേഹം എന്നിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതിനുശേഷം എനിക്ക് തമിഴിൽ കുറേ സിനിമകളായിട്ട് അങ്ങ് പോയി. അമലേട്ടൻ്റെ പരിപാടിയായിട്ട് മുന്നോട്ട് പോയി. പിന്നീട് അമലേട്ടൻ ചെറിയൊരു ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് പിന്നീട് ബാക്ക് ടു ബാക്ക് പരിപാടി വരുന്നത്. അപ്പോഴത്തേക്കും ഞാൻ എവിടേക്കോ എത്തി. പുള്ളിക്കാരൻ വീണ്ടും ഒരു റീസ്റ്റാർട്ടിൽ തുടങ്ങി. പിന്നെ എൻ്റെ പുള്ളിക്കാരൻ അൻവർ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വിളിച്ചു. ആ സമയത്ത് ഞാൻ വേറൊരു തമിഴ് സിനിമയുടെ സമയത്ത് എനിക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റിയില്ല, അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും നല്ല സാധനം പറയാൻ വേണ്ടിയിട്ടാ നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വരട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഇപ്പൊ അങ്ങനെ അല്ലാതെ ലൈനപ്പിൽ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റു ഫിലിം മേക്കേഴ്സ് ആരൊക്കെയാ? ഞാനോ? അമ്പുക്കാരോട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം, ഖാലിദ് റഹ്മാനോട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം. പിന്നെ ഒരുപാട് നല്ല ഫിലിം മേക്കേഴ്സ് ഉണ്ടല്ലോ ഇപ്പോൾ. ഇപ്പം നമ്മള് ഒരു പ്രണയനായകനായിട്ട് തുടങ്ങുമ്പോഴേ പിന്നീട് അങ്ങോട്ടേക്ക് ബാക്ക് ടു ബാക്ക് പ്രണയ സിനിമകൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടല്ലോ മനഃപൂർവ്വം. അപ്പൊ അതെപ്പോഴെങ്കിലും ഒരു തെറ്റായ ഡിസിഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ അത് യൂസ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു ഭയങ്കര റൊമാൻറ്റിക് സിനിമ വോക്കായ പിന്നെ അതിന്റെ ചൂട് പിടിച്ച് റൊമാൻറ്റിക്കുകൾ തന്നെ ചെയ്ത് വന്നിട്ട് ഹിറ്റാക്കിയ ആളുണ്ടല്ലോ. അതൊരു റോങ് ചോയ്സ് ആയിരുന്നു, അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു ബാക്ക് ടു ബാക്ക് കുറച്ച് റൊമാൻറ്റിക് പടങ്ങൾ ചെയ്യണമായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമുക്ക് ഞാൻ വന്ന സമയത്ത് എൻ്റേതായിട്ടുള്ള കുറച്ച് സാധനങ്ങളിൽ ഫോക്കസ് ചെയ്ത് മാത്രം എൻ്റേതായിട്ടുള്ള തീരുമാനങ്ങൾ മാത്രം എടുത്തിട്ട് മൂവ് ചെയ്ത ഒരാളാണ്. ഓക്കെ, അതെല്ലാം ശരിയായിരുന്നു കോ വരെ. അതിനുശേഷം ഞാൻ പഠിക്കാൻ പോയി എന്നുള്ള സാധനവും വേറെ. പക്ഷെ ഒരു കരിയർ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഐ മീൻ ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യം കോ പോലത്തെ സിനിമ ഞാൻ അവസരം ചെയ്യരുതായിരുന്നു എന്ന് തോന്നുന്നു. കാര്യം വേറെ ഒന്നുമല്ല, ആ സമയത്ത് എനിക്ക് ബാക്ക് ടു ബാക്ക് ഹീറോ പരിപാടികളുണ്ടായിരുന്നു. കോവിന് ശേഷം എല്ലാവരും എന്നെ വില്ലൻ വില്ലൻ വില്ലൻ, എവിടെ തെലുങ്കിലാണെങ്കിലും എവിടെയെങ്കിലും വില്ലൻ മാത്രം വിളിക്കാൻ തുടങ്ങി. ആ സമയത്തൊക്കെ ഞാനവിടെ ഇല്ല. പിന്നെ എനിക്ക് വന്ന് 2 വലിയ സിനിമ എനിക്ക് മിസ്സാവുകയും ചെയ്തു, മെയിൻ ലീഡായിട്ട് വന്നിട്ട് സിനിമകൾ. അപ്പോൾ ആ സമയത്ത് ആ ഒരു സിനിമ ഞാൻ പറയില്ല, വലിയൊരു ഡയറക്ടർ വലിയൊരു ആർട്ടിസ്റ്റ് ചെയ്തത് വലിയ ഹിറ്റായി. ഐ മീൻ ആ സമയത്ത് ചെറിയൊരാളായിരുന്നു, ആ സിനിമ ഹിറ്റായി, അത് വേറെ രീതിയിൽ പോയി. അപ്പോൾ അങ്ങനെ ഇല്ല, അത് പോട്ടെ, അത് പോട്ടെ. അപ്പൊ അത് തമിഴ് തന്നെയുള്ള സിനിമയാണ്. അപ്പൊ ഒരു സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയാം, അപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറയും. ശിവർദേന്റെ സിനിമയാണോ? ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് ഒന്നേന്ന് തുടങ്ങേണ്ടി വന്നു. മാത്രമല്ല ഞാൻ അവിടെ രണ്ടാമത് പഠിക്കാൻ പോയതും ഒരു വലിയ മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ, പക്ഷെ ആ സമയത്തൊക്കെ ഐ വാസ് സോ ഹാപ്പി, എനിക്ക് എന്താണ് വേണ്ടിയെന്നെല്ലാം കിട്ടി. പിന്നെ എനിക്കിപ്പോ ഒരു 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 ഘട്ടത്തിന് ശേഷം ഫാമിലിക്ക് മനസ്സിലായി എനിക്ക് ഇവിടെ എനിക്ക് സിനിമയാണ് ഇഷ്ടം എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നൗ ദേ ആർ ഓൾ ഹാപ്പി. ഐ മീൻ ഇപ്പോൾ ബാക്ക് ടു ബാക്ക് സാധനങ്ങൾ വരുന്നത് കൊണ്ടും എല്ലാം സെറ്റാണ്. ഈ ഇപ്പൊ മലയാളത്തിലെ ആളുകൾക്ക് അപ്രോച്ച് ചെയ്യാൻ ഇവിടെ കേരളത്തിൽ അവൈലബിൾ ആവുന്നുണ്ട് അജ്മൽ? അങ്ങനെ ഇവിടെ സെറ്റിൽഡ് ആണോ ഇപ്പോൾ, അത് ചെന്നൈയിലാണോ? ഞാൻ കേരളത്തിൽ തന്നെയുള്ളത്. എനിക്ക് സിനിമകൾ വരുമ്പോൾ മാത്രം ഞാൻ ഹൈദരാബാദിലും ചെന്നൈയിലൊക്കെ ട്രാവൽ ചെയ്യും. ഇപ്പൊ അവിടെ പോയാൽ നമുക്ക് ഫോൺ എല്ലായിടത്തും ഉണ്ടല്ലോ. ഞാൻ ആര് വിളിച്ചാലും ഫോൺ എടുക്കുന്ന വ്യക്തിയാണ്, എല്ലായിടത്തും സംസാരിക്കുന്ന ആളുമാണ്. അപ്പോൾ എന്നെ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, കിട്ടും. ഡെഫിനറ്റ്ലി അജ്മലിനെ പോലെ ടാലന്റ് ആളുകൾ കുറേയും കൂടി അവരുടെ സിനിമകളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കട്ടെ. ഈ ഒരു ഫയർ ഉണ്ടല്ലോ, എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ, എല്ലാവരും നല്ല. ഇപ്പൊ ജിത്തു സാറ് എന്റെ റീസെന്റ് ഒരു സിനിമയിൽ വിളിച്ചു. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ സാർ ഞാനിപ്പോ ലീഡ് റോളാണ് ഞാൻ നോക്കുന്നത്, അപ്പോൾ ആടാ എന്നാൽ നമുക്ക് അടുത്ത പരിപാടികളിൽ നമുക്ക് നോക്കാം എന്നുള്ള സീനിൽ. അപ്പോൾ അതിന് എന്നെ നല്ല വലിയ വലിയ ആൾക്കാരെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പക്ഷെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ച് മാറി നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. എനിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ലീഡ് റോൾ അല്ലെങ്കിൽ ഒരു ഡബിൾ ഹീറോ സബ്ജക്റ്റ് അതൊന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ റൈറ്റ് സമയം വരുമ്പോൾ വിളിക്കും. ലെറ്റ്സ് സീ. ഈ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു സിനിമ ഉണ്ടാക്കുന്നത് മുതൽ അതിന്റെ മാർക്കറ്റിങ്ങിലൊക്കെ ഭാഗമാവാൻ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു തുടക്കക്കാരന്റെ ഒരു ഫയറോട് കൂടി നിൽക്കുന്ന ഒരു അജ്മലിനെ നമ്മൾ എത്രയോ തവണ കണ്ടിരിക്കുന്നു. അപ്പൊ ആ ഫയർ നിലനിൽക്കല് ഈ പറഞ്ഞ നായക നടനായിട്ട് തന്നെ ഒരു കൊമേഴ്ഷ്യൽ ടെംപ്ലേറ്റ് നായകനായിട്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് മലയാള സിനിമയിൽ കാണാൻ സാധിക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. Own your pride.
Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ.